കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണവക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സുഹൃത്തുക്കളെ, നമുക്കിന്ന് അതിരസകരമായ ഒരു കഥ പറയാം. ചില ആൾക്കാർക്ക് അറിയുന്നുണ്ടാവുമായിരിക്കും, അധികം പേർക്കും അറിയാൻ സാധ്യതയില്ലാതൊരു കഥ. അദ്ദേഹത്തിന്റെ പേര് പ്രഭാകരൻ എന്നാണ്. ശ്രീകൃഷ്ണവിലാസ കാവ്യത്തിന്റെ കർത്താവായിരുന്നു അദ്ദേഹം. അത് അത്രയും അറിവും വിവരവും ഒക്കെ ഉള്ള കവിയായിരുന്നു. അപ്പൊ സംസ്കൃത ഭാഷാ പരിജ്ഞാനം അല്പമെങ്കിലും സിദ്ധിച്ചിട്ടുള്ളവരിൽ ആരും ഉണ്ടായിപ്പോന്ന് തോന്നില്ല. അങ്ങനെ അറിയാത്ത പ്രഭാകര കവിക്ക് വേറൊരു പേരും ഉണ്ടായിരുന്നു. അതാണ് നമ്മളൊക്കെ അറിയുന്ന പേര്, ശരിക്കും പറഞ്ഞ സുകുമാരൻ എന്നൊരു പേര് കൂടി നടപ്പുണ്ട് അദ്ദേഹത്തിന്. ഇങ്ങനെ 2 പേരുകൾ ഉണ്ടാവുന്ന കാരണം ഇപ്പം പറയണ്ടേ? അത് പറയാം. അദ്ദേഹം ജാതിയിൽ ബ്രാഹ്മണനായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. ഒരു ബ്രാഹ്മണ കുട്ടിയായിരുന്നു അദ്ദേഹം. പിന്നെന്താ, പ്രഭാകരൻ അത്യന്തം ബുദ്ധിമാനും വിദ്യാഭ്യാസ ശ്രദ്ധയുള്ള ആളുമായിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ അദ്ദേഹത്തെ കുറിച്ച് മനസ്സിൽ നല്ല സീമ പറഞ്ഞറിയിക്കാനാവാത്ത സ്നേഹവും വാത്സല്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും അത് പ്രകടിപ്പിച്ചിട്ടില്ല. ഈ സ്നേഹം എന്നൊക്കെ പറയുന്നത് പ്രകടിപ്പിക്കാനുള്ള ഒരു ഇതാണ്, അല്ലാതെ അതിങ്ങനെ അകത്ത് മൂടി വെച്ച് പുറത്ത് ദേഷ്യം. എൻ്റെ അമ്മയോട് ഞാൻ പറയുന്നത് സ്നേഹം എന്ന് പറഞ്ഞാൽ പ്രകടിപ്പിക്കാനുള്ള ഒരു വികാരമാണ് അതാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ഈ ഗുരുനാഥൻ അടിക്കലും ശകാരിക്കലും ചെയ്തുകൊണ്ടിരുന്ന. അപ്പം ആത്മഹത്യ ചെയ്തേക്കാൻ തോന്നൂല. മറ്റു കുട്ടികളുടെ കൂടെ ഇത്രയധികം ഞാൻ സ്വയം ഒരു കണക്കൂട്ടലുണ്ടാവുമല്ലോ. നന്നായി പഠിക്കുന്ന എന്നെ മാത്രം എന്താ ഇപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നെന്ന്. മറ്റുള്ളവർക്ക് ആർക്കും ഇത്ര അധികം ബുദ്ധിയുമില്ല, പഠിത്തത്തിലോ സത്യം ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാലും അവരാരെയും ഗുരുനാഥനെ ഇതുപോലെ അടിക്കുകയും ചെയ്തിട്ടില്ല, ശകാരിക്കുകയും ചെയ്തിട്ടില്ല. അവർക്കൊക്കെ ഗുരുനാഥൻ ഒരു ശ്ലോകത്തിന്റെ ഒരു പദത്തിന്റെ അർത്ഥം 100 പ്രാവശ്യം വേണമെങ്കിലും പറഞ്ഞു കൊടുക്കും. എന്നാ പ്രഭാകരൻ പഠിക്കുന്നതിന്റെ അർത്ഥമല്ല, തന്നെത്താൻ വിചാരിച്ച് പറയണം. അഥവാ ഗുരുനാഥൻ പറഞ്ഞു കൊടുത്തു എന്ന് വെക്കാം ഒരു പ്രാവശ്യം. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം. അങ്ങനെ അതികഠിനമായ ഒരു ശ്ലോകത്തിന്റെ ഭാവാർത്ഥം പോലും ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ പ്രഭാകരൻ മനസ്സിലാക്കിക്കൊള്ളും. അത്ര ബുദ്ധിശക്തിയുള്ള കുട്ടിയായിരുന്നു. പിന്നെ അതൊരിക്കലും മറക്കുക കഴിയുമില്ല. എങ്കിലും പ്രഭാകരൻ ശുദ്ധമേ വിഡ്ഢിയാണെന്നും പഠിത്തത്തിൽ ജാഗ്രത വളരെ കുറവാണെന്നുമല്ലാതെ ഗുരുനാഥൻ ഒരിക്കൽ പോലും പറഞ്ഞിട്ടുമില്ല. സദാ നേരവും കോപഭാവമല്ലാതെ ഗുരുനാഥൻ പ്രഭാകരന്റെ നേരെ സന്തോഷഭാവം ഒരിക്കലും പ്രകടിപ്പിക്കാറില്ല. അതൊരു വല്ലാത്ത വേണ്ടാത്തൊരു സ്വഭാവമായി പോയത് ഗുരുനാഥൻ്റെ. നല്ല സ്വഭാവമല്ല. ഉള്ളിലിങ്ങനെ വെച്ചിട്ട് അറക്കകത്ത് വെച്ച് പൂട്ടിയിട്ട് പുറമെ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്. ഗുരുനാഥന്റെ ക്രൂരതയെ കുറിച്ച് പ്രഭാകരൻ വളരെ മനസ്താപം ഉണ്ടായി ഇദ്ദേഹത്തിന്. ഇല്ല, അതൊന്നും പുറത്ത് പ്രകടിപ്പിക്കൂല. വിനയാദര ഭക്തിപൂർവ്വരന്നെ പഠിച്ചുകൊണ്ടേയിരുന്നു. കാലക്രമേണ അദ്ദേഹം കാവ്യ നാടക അലങ്കാരങ്ങളിലും വേദശാസ്ത്ര പുരാണ ഇതിഹാസങ്ങളിലൊക്കെ അനിതര സാധാരണമായ പാണ്ഡിത്യം സമ്പാദിച്ചു എന്ന് വേണം പറയാൻ. അത്ര ഗംഭീരനായി. എങ്കിലും വിദ്യാഭ്യാസം മതിയാക്കുന്നതിന് അദ്ദേഹത്തിനും ഗുരുനാഥനും മനസ്സായില്ല. മതി പഠിച്ചതിന് കുട്ടിക്കും തോന്നിയില്ല, കുട്ടി പഠിച്ചത് മതിയെന്ന് ഗുരുനാഥനും തോന്നിയില്ല. അതിനാൽ അദ്ദേഹം വീണ്ടും ഓരോ ശാസ്ത്രങ്ങൾ സശ്രദ്ധം പഠിച്ചുകൊണ്ടും ഗുരുനാഥൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രഭാകരൻ നല്ല വിദ്വാനും യൗവനയുക്തനുമായി തീർന്നു. പിന്നെയും പ്രഭാകരൻ പഠിത്തത്തിനും ഗുരുനാഥന്റെ ശകാരത്തിനും അടിക്കും യാതൊരു കുറവും വന്നില്ല. അങ്ങനെതല്ലാവോ യുവാവലായി കഴിഞ്ഞാല്? പ്രഭാകരൻ പഠിത്തവും പ്രായവും വർദ്ധിക്കും തോറും ഗുരുനാഥന്റെ അടിയും ശകാരവും വർദ്ധിച്ചു വന്നു. എന്തൊരു കഷ്ടാ നോക്കണേ. ഒരു ദിവസം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രഭാകരൻ എന്തോ ഒരു സംശയം വരികയാൽ അതെങ്ങനെയാണെന്ന് ഗുരുനാഥനോട് ചോദിച്ചു. അപ്പൊ ഈ ഗുരുനാഥൻ എന്താ പറഞ്ഞു? ഏട്ടാ അയ്യഭ്യ, ഇനിയും നിനക്കത് അറിയാറായില്ലേ എന്നാണ് ചോദിച്ചു. എന്നിട്ട് അടിക്കാൻ തുടങ്ങി. അടി കൊണ്ട് തുട പൊട്ടി രക്തം പ്രവഹിച്ചു തുടങ്ങി. പിന്നെയും ഗുരുനാഥൻ അടി മതിയാക്കാനുള്ള ഭാവമില്ല. ഒടുക്കം സഹിക്ക വയ്യാതായി കുട്ടിക്ക്. ആ കുട്ടി ഓടി ഒളിച്ചു എന്നാണ് പറയുന്നത്. അന്ന് പ്രഭാകരന് സാമാന്യത്തിലധികം വേദനയും മനസ്താപവും ഒക്കെ ഉണ്ടായി. അതിനാൽ ഏത് വിധവും ഗുരുനാഥന്റെ കഥ ഇന്ന് കഴിക്കും ഞാൻ. ഇങ്ങനെ തോന്നി, ഈ റുട്ടനിനി ജീവിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഒരുത്തൻ ഇങ്ങനെ അടിക്കാൻ പാടില്ല എന്ന് നിശ്ചയിച്ചു. അത് നമുക്കാരും തോന്നുന്നത് തന്നെയാണ്, സ്വാഭാവികമാണത്. ഗുരുനാഥൻ സന്ധ്യാവന്ദനത്തിന് പോയതത്തിന് പ്രഭാകരൻ ഒരു വലിയ കരിങ്കല്ല് വലിച്ചെടുത്തുകൊണ്ട് ഗുരുനാഥന്റെ ശയനഗൃഹത്തിന്റെ തട്ടം പുറത്ത് കയറിയിരുന്നു. ഗുരുനാഥൻ വന്ന് കിടന്നുറക്കമാകുന്ന സമയം തട്ടിന്റെ പലക ഇളക്കി മാറ്റി കരിങ്കല്ല് ഗുരുനാഥന് മാറത്തിട്ട് കൊല്ല.
എന്നായിരുന്നു പ്രഭാകരന്റെ വിചാരം. ഗുരുനാഥൻ സന്ധ്യാവന്തന നിയമങ്ങളെല്ലാം കഴിഞ്ഞ് ഗൃഹത്തിൽ വന്നപ്പോഴേക്കും അത്താഴത്തിനെല്ലാം കാലമായിരുന്നു. എങ്കിലും അദ്ദേഹം എനിക്കിന്ന് നല്ല സുഖമില്ല, അതുകൊണ്ട് അത്താഴം വേണമെന്ന് തോന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് കിടക്കാൻ പോയി. അപ്പൊ അവിടെ ചെന്നുടനെ കട്ടിലിൽ കയറി അത്യന്തം വിചാരമഗ്നൻ എന്നതുപോലെ കിടപ്പുമായി. ഗുരുനാഥൻ അത്താഴം ഉണ്ണാത്തത് കൊണ്ട് ഗുരുപത്നിയും ഉണ്ടില്ല. ഭർത്താക്കന്മാർ ഭക്ഷണം കഴിക്കാതെ പണ്ടൊന്നും ഇല്ല പതിവ്രതമാര് ഭക്ഷിക്കൊക്കെ പതിവില്ലല്ലോ. ഗുരു ശയനഗൃഹത്തിൽ ഉറങ്ങാതെ കിടക്കുന്ന പത്നി ഇന്നെന്താണ് അവിടേക്ക് ഒരു വലിയ മനോവിചാരമുള്ളത് പോലെ ഇരിക്കുന്നത്? അത്താഴം ഉണ്ടില്ലല്ലോ, സുഖമില്ലെന്ന് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വിശേഷിച്ച് സുഖക്കേടൊന്നും ഇല്ലടോ. ഞാൻ ഇന്ന് നമ്മുടെ പ്രഭാകരനെ സാമാന്യത്തിലധികം അടിച്ചു. അപ്പോൾ ദേഷ്യം കൊണ്ട് അടിച്ചുപോയി. പിന്നെ അത് വിചാരിച്ചിട്ട് എനിക്ക് വളരെ വ്യസനമുണ്ടായി. ആ വ്യസനം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഞാൻ എത്ര അടിച്ചാലും അവനതെല്ലാം കൊണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ പതിവ്. ഇന്നവൻ എണീറ്റ് ഓടിപ്പോയി കളഞ്ഞു. സഹിക്കവയ്യാതെ വേദന ഉണ്ടായത് കൊണ്ടാണ് അവൻ പോയത്. എനിക്ക് മനസ്സിലായി. എൻ്റെ ക്രൂരതയെക്കുറിച്ച് വിചാരിച്ചിട്ട് എൻ്റെ ഹൃദയം പൊടിയുന്നു. അതുകൊണ്ടാണ് ഞാൻ അത്താഴം ഉണ്ണാത്തത്. ഇന്ന് എനിക്ക് മനസ്സിന്റെ അസ്വാസ്ഥ്യം തീരുകയില്ല എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഗുരുപത്നി പറഞ്ഞു, അയ്യോ ഇത് വലിയ കഷ്ടം തന്നെയല്ലേ, ഇതിനെക്കുറിച്ച് പറയണമെന്ന് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്. ഇങ്ങനെ ആ കുട്ടീനെ ചെയ്യുന്നത് എന്ന്. പക്ഷെ ഞാൻ പറഞ്ഞാൽ അവിടേക്ക് രസമായില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ് ശ്രമിച്ചിരുന്നത്. പ്രഭാകരനെ പോലെ ബുദ്ധിയും പഠിത്തത്തിൽ ശ്രദ്ധയും ഗ്രഹിക്കാനുള്ള ശക്തിയും ധാരണാശക്തിയും സൗശീല്യാദി ഗുണങ്ങളും ഉണ്ടായിട്ട് ഇവിടെ പഠിക്കുന്ന കുട്ടികളിൽ എന്നല്ല ഈ ലോകത്തിൽ തന്നെ ആരുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഇവിടെ അവൻ അടിക്കുകയും ശകാരിക്കുകയും ചെയ്യുന്നത് പോലെ മറ്റാരെയും ഇല്ലതാനും. അതെന്തങ്ങനെ? അവന്റെ ശരീരം കണ്ടാൽ പ്രഭാകരൻ എന്നും സുകുമാരൻ എന്നുമുള്ള നാമങ്ങൾ യഥാർത്ഥങ്ങളാണെന്ന് ഏവരും സമ്മതിക്കും. അത്രമാത്രം ആകൃതിയും പ്രകൃതിയും പോലെ ഗുണം തികഞ്ഞിരിക്കുന്ന ഒരു ബാലനോട് എങ്ങനെയാണ് അങ്ങേക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നത്? ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് എന്ന് പത്നി പറഞ്ഞു. പിന്നെ കുട്ടികൾക്ക് യൗവനം വന്നു കഴിഞ്ഞാൽ അവരടിക്കുകയും ശകാരിക്കുകയും ചെയ്യുന്നത് തന്നെ ശരിയല്ല. അന്യന്റെ കുട്ടിയാൽ പിന്നെ പറയാനും ഇല്ലല്ലോ, സ്വന്തം കുട്ടീനെ തന്നെ പറഞ്ഞൂടാ. ഇങ്ങനെ ഈ ഗുരുപത്നി പറഞ്ഞു. അപ്പം ഗുരുനാഥൻ പറഞ്ഞു, ഭവതി പറഞ്ഞതൊക്കെ വാസ്തവമാണ്. എന്നാൽ എൻ്റെ പ്രഭാകരനെ ഒരന്യബാലനായി ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടില്ല. അവൻ എത്ര പ്രായമായാലും എനിക്കവൻ എന്നും കുട്ടി തന്നെ. അവന്റെ ഗുണഗണങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടായികയുമില്ല. എനിക്കവനെ കുറിച്ച് സ്നേഹവും വാത്സല്യവും ഇല്ലായികയുമില്ല. സത്യമായിട്ട് ഞാൻ പറയുന്നു, എനിക്കവനെ കുറിച്ച് നമ്മുടെ ശ്രീമന്തപുത്രനിലുള്ളതിലധികം സ്നേഹവും വാത്സല്യവും ഉണ്ട്. എന്നാൽ അതൊന്നും ഞാൻ പുറത്ത് കാണിക്കാതെ എന്തേന്നറിയാ, അവൻ ബുദ്ധിമാനും സമർത്ഥനുമാണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നവൻ അറിഞ്ഞാ പിന്നെ അഹങ്കാരിയായി പോയെങ്കിലോ, അങ്ങനെ പഠിത്തത്തിൽ ജാഗ്രത ഉഷാറ് കുറഞ്ഞു പോയെങ്കിലോ എന്ന് വിചാരിച്ചു മാത്രമാണോ ഞാൻ അവനോട് സ്നേഹം കാണിക്കാതെ ഇരിക്കുന്നത്. അല്ലാതെ മറ്റൊന്നും കൊണ്ടുമല്ല. ഞാൻ ശാസിക്കുന്നതിന്റെ ഗുണം ഒടുക്കം അവന് കാണാറാകും. ഈ ഗുരുനാഥൻ പറയാൻ നിന്ന് എൻ്റെ പ്രഭാകരൻ ലോകൈക വിദ്വാനായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ന് ഞാൻ പ്രവർത്തിച്ചത് വലിയ സാഹസമായി പോയി. ഇനി ഞാൻ ഒരിക്കലും അവനിങ്ങനെ വേദനപ്പെടുത്തുകയില്ല. നിശ്ചയം തന്നെ. കഷ്ടം. എൻ്റെ പ്രഭാകരൻ അനുഭവിച്ച വേദനയെ കുറിച്ച് വിചാരിച്ചിട്ട് എൻ്റെ ഹൃദയം പൊടിയുന്നു എന്നാണ് ഈ ഗുരുനാഥൻ പറയുന്നത്. ഇതൊക്കെ ഈ തട്ടിമ്പുറത്തിരുന്ന് ഈ കുട്ടി കേട്ടുവല്ലോ. ഇപ്രകാരം ഗുരുവും പത്നിയും കൂടിയുള്ള സംഭാഷണം കേട്ടപ്പോൾ പ്രഭാകരൻ ഗുരുനാഥനെ കുറിച്ചുണ്ടായ വൈര്യം മുഴുവനും പോയി എന്ന് മാത്രമല്ല, അത്യന്തം ഭക്തിയും ബഹുമാനവും വർദ്ധിക്കുകയും താൻ പ്രവർത്തിക്കാൻ വിചാരിച്ച കാഠിന്യ പ്രവൃത്തിയെ കുറിച്ച് വളരെ പശ്ചാത്താപം ജനിക്കുകയും ചെയ്തു. കഷ്ടം. എൻ്റെ പേരിൽ ഇത്രയും സ്നേഹവും വാത്സല്യവുമുള്ള എൻ്റെ ഗുരുനാഥനല്ലേ ഇപ്പൊ ഞാൻ കൊല്ലണമെന്ന് വിചാരിച്ചു പോയല്ലോ ഭഗവാനെ. ഈ മഹാഭാവ ഇനി എന്ത് ചെയ്താൽ തീരും എന്നിങ്ങനെ വിചാരിച്ച് വ്യസനിച്ച് കരഞ്ഞുകൊണ്ട് പ്രഭാകരൻ താഴെ ഇറങ്ങി വന്ന് ഗുരുനാഥന് പാദത്തിൽ വീണ് നമസ്കരിച്ചു. അപ്പൊ ഗുരുനാഥൻ, അയ്യോ ഇതെന്റെ പ്രഭാകരനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് കട്ടിൽ നിന്ന് എഴുന്നേറ്റു. പ്രഭാകരന്റെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ചു. നന്നായി വരും ഉണ്ണിന്ന് പറഞ്ഞു പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഗാഠമായി ആലിംഗനം ചെയ്തു. സന്താപം കൊണ്ടോന്നറിയില്ല, സന്തോഷം കൊണ്ടോന്നറിയില്ല, എന്തോ രണ്ടുപേരും കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് നിശ്ചേഷ്ടന്മാരായി നിന്നതല്ലാതെ കുറച്ചു സമയത്തേക്കൊന്നും ഒരക്ഷരം പോലും മിണ്ടുന്നതിന് അവർക്ക് ശക്തി ഉണ്ടായില്ല കേട്ടോ. പിന്നെ കുറഞ്ഞൊരു നേരം കഴിഞ്ഞതിന് ശേഷം ഗുരുനാഥൻ
പ്രഭാകരൻ എന്റെ അടിയുടെ ദുസ്സഹത്വം കൊണ്ട് ഇവിടെ കയറി ഒളിച്ചിരിക്കുകയായിരുന്നു അല്ലേ? നീ നന്നായി വരണമെന്നുള്ള ആഗ്രഹം കൊണ്ടും പ്രായാധിക്യ നിമിത്തം കോപത്തടക്കാൻ എനിക്ക് ശക്തി മതിയാവാതെ ആയിപ്പോയി ഊട്ടി. അങ്ങനെ ക്രമത്തിലധികം തല്ലിപ്പോയി. നിനക്ക് എന്നോട് ഇതുകൊണ്ട് പരിഭവമൊന്നും തോന്നരുത് കേട്ടോ. ഞാൻ ഒരിക്കലും നിന്നെ ഇങ്ങനെ ഉപദ്രവിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ പ്രഭാകരൻ പറയുന്നു, അവിടെ ഇങ്ങനെ പറയുകയും ഇതിനെക്കുറിച്ച് ലേശം പോലും വ്യസനിക്കുകയും വേണ്ട. അവിടുന്ന് ഇനിയും എത്ര അടിച്ചാലും ശകാരിച്ചാലും അതൊക്കെ അനുഭവിക്കുന്നത് എനിക്ക് സന്തോഷമാണ്. അടി കൊണ്ട് വേദന സഹിക്ക വയ്യാതായപ്പോൾ എൻ്റെ മനസ്സിൽ കുറച്ച് വല്ലായ്ക ഉണ്ടായി. അതിനെക്കുറിച്ച് തന്നെ എനിക്കിപ്പോൾ വളരെ പശ്ചാത്താപമുണ്ട് ഗുരുനാഥ. എൻ്റെ അറിവില്ലായ്മ കൊണ്ടും വേദനയുടെ ദുസ്സഹത്വം കൊണ്ടും ഗുരുനാഥനെ കൊല്ലണമെന്ന് എൻ്റെ ഹൃദയത്തിൽ തോന്നിപ്പോയി. അതിനായിട്ടാണ് ഞാൻ ഇവിടെ കയറി ഒളിച്ചിരുന്നത്. ഈ ബാലചാപല്യത്തെ അവിടുന്ന് കൃപാപൂർവം ക്ഷമിച്ച് എനിക്ക് മാപ്പ് തരണേന്ന് ഈ കുട്ടി പറയുകയാണ് ഇദ്ദേഹത്തോട്. എൻ്റെ ഈ ദുർവിചാര മോശ സ്വഭാവം കൊണ്ട് ഉണ്ടായിട്ടുള്ള മഹാപാപം തീർന്ന് ഞാൻ എന്ത് ചെയ്താൽ മതിയാകുമെന്ന് അവിടുന്ന് എനിക്ക് പറഞ്ഞു തരികയും വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഗുരുനാഥൻ പറഞ്ഞു, പശ്ചാത്താപത്തിനേക്കാൾ വലിയതായ പ്രായശ്ചിത്തൊന്നുമില്ല ഉണ്ണി, ഒരു പാപത്തിനും ഇല്ല. നിനക്കിപ്പോൾ അതിയായ പശ്ചാത്താപം ഉണ്ടായിരിക്കുന്നത് കൊണ്ട് സകല പാപങ്ങളും തീർന്നിരിക്കുന്നു. ഞാൻ നിന്റെ തെറ്റുകളെ ക്ഷമിച്ചു മാപ്പും തന്നിരിക്കുന്നു. ഇനി തന്നെ വിചാരിച്ച് നീ ഒരു പ്രായശ്ചിത്തം ചെയ്യണമെന്നില്ല എന്ന് ഗുരുനാഥൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് മതിയായില്ല. എൻ്റെ ഈ ദുർവിചാരത്തിന് അതികഠിനമായ മഹാപാപമുണ്ട്. അത് തീരണമെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും പ്രായശ്ചിത്തം ചെയ്തേ ഒക്കുള്ളൂ. അല്ലാതെ എൻ്റെ മനസ്സിന് സമാധാനം വരുന്നതല്ല ഗുരുനാഥ. എന്നാൽ നാളെ ബ്രാഹ്മണ സഭയിൽ ചെന്ന് ചോദിച്ചിട്ട് ഉഭയകുല പരിശുദ്ധന്മാരായി വേദജ്ഞന്മാരായി ശാസ്ത്രജ്ഞന്മാരായിരിക്കുന്ന ആ മഹാബ്രാഹ്മണർ വിധിക്കുന്നത് പോലെ ചെയ്യണം. അല്ലാതെ എനക്കൊന്നും ഇപ്പൊ തോന്നുന്നില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു വ്യസനിച്ചുകൊണ്ട് തന്നെ അവർ അന്നത്തെ രാത്രി ഒരുവിധം കഴിച്ചുകൂട്ടി. അരുണോദയമായപ്പോൾ പ്രഭാകരൻ കുളിച്ചു നിത്യകർമ്മ അനുഷ്ഠാനാദികൾ കഴിച്ചുകൊണ്ട് ബ്രാഹ്മണ സഭയിലെത്തി. വിവരമെല്ലാം പറഞ്ഞു. ആ മഹാബ്രാഹ്മണരെല്ലാം കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു, ഗുരുനാഥനെ കൊല്ലണം എന്ന് വിചാരിച്ചവന്റെ പാപം തീരണമെങ്കിൽ ഇവൻ ഒമിത്തിയിൽ നിന്ന് നീറി ദഹിച്ചിട്ട് മരിക്കണം, അല്ലാതെ തീരൂല എന്നാണ് ഈ ബ്രാഹ്മണന്മാര് പറഞ്ഞത്. ഉടനെ പ്രഭാകരൻ വന്നൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഉമി വരുത്തി തന്റെ കഴുത്ത് വരെ കൂട്ടിച്ചു. അയ്യോ, അതിന്റെ 4 ഭാഗത്തും തീയും വെപ്പിച്ചു. ഏതെങ്കിലും എൻ്റെ ഈ ജന്മം ഇങ്ങനെയായി. എൻ്റെ പേര് ഭൂലോകത്തിൽ എന്ന് നിലനിൽക്കുന്നതിനും ഭഗവത് സ്മൃതിയോടുകൂടി മരിക്കുന്നതിനുമായിട്ട് ഇപ്പോൾ ഒരു കാവ്യം ഉണ്ടാക്കണമെന്ന് നിശ്ചയിച്ച് പ്രഭാകരൻ അവിടെ നിന്നുകൊണ്ടൊരു കാവ്യമുണ്ടാക്കി ചൊല്ലിത്തുടങ്ങി. അങ്ങനെ മഹാനായ പ്രഭാകര കവി ഉമിത്തിയിൽ നിന്ന് ദഹിച്ചുകൊണ്ടുണ്ടാക്കിയതാണ് സാക്ഷാൽ ശ്രീകൃഷ്ണവിലാസം കാവ്യം. പ്രഭാകരന്റെ ഈ ചരിത്രം ഗുരുശിഷ്യഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്നവരെ സകല ജനങ്ങളും സദാ ഓർത്തു പ്രവർത്തിക്കുന്നതിനാൽ വളരെ ഗുണം സിദ്ധിക്കാനുണ്ടെന്നുള്ളത് പറയേണ്ടതില്ലല്ലോ. ഉണ്ട് ബ്രാഹ്മണന്മാർപ്പ അങ്ങനെയുണ്ട പറഞ്ഞു കൊടുക്കല്. പ്രഭാകരൻ അങ്ങനെ ശ്രീകൃഷ്ണവിലാസം ഉണ്ടാക്കി 12ാം സർഗം മുഴുവനാക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ ദേഹം മുഴുവൻ ദഹിച്ചുപോയി. അത് മുഴുവനാക്കാൻ കഴിഞ്ഞില്ല. 12ാം സർഗത്തിലെ ഒരു ശ്ലോകത്തില് വശ്യപ്രിയേ കൊങ്കണ ഇത്രയുമായപ്പോഴേക്കും അഗ്നി അദ്ദേഹത്തിന്റെ തൊണ്ടയിൽ പിടികൂടിപ്പോയതിനാൽ ആ ശ്ലോകം തന്നെ മുഴുവനാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അങ്ങനെ അതിയോഗ്യനായിരുന്ന പ്രഭാകരൻ ഭസ്മാവശേഷനായി തീരുകയും ചെയ്തു. അനന്തരം കവികുല ശിരോമണിയായ സാക്ഷാൽ കാളിദാസൻ പ്രഭാകരന്റെ ശ്രീകൃഷ്ണവിലാസ കാവ്യം വായിച്ചു കേട്ട് അത് മുഴുവനാക്കണമെന്ന് നിശ്ചയിച്ചു. വശ്യപ്രിയേ കൊങ്കണ എന്നുള്ളതിന് ശേഷമായി ഭൂമിഭാഗാൻ എന്നെഴുതിയപ്പോഴേക്കും പട്ടുനൂലിനോടുകൂടി വാഴനാരേച്ചു കെട്ടാൻ പുറപ്പെടേണ്ട ആഹാ എന്നൊരു അശരീരി വാക്കുണ്ടായി. അതിനാൽ കാളിദാസനും പിന്നെ അതിന്റെ ശേഷം മുഴുവനാക്കാൻ ശ്രമിച്ചില്ല. ശ്രീകൃഷ്ണവിലാസ കാവ്യത്തിന്റെ ഗുണം എത്രമാത്രമുണ്ടെന്ന് ഇതിൽ നിന്ന് ഊഹിക്കാവുന്നതാണല്ലോ. ഈ അശരീരി വാക്ക് കേട്ടപ്പോൾ കാളിദാസയുടെ മനസ്സിൽ കുറച്ച് അസൂയുണ്ടായി, കോപവും വാശിയൊക്കെ തോന്നി. എന്നാൽ ഇതിനോടുകൂടി ഞാനൊന്നും വെച്ച് കെട്ടാൻ പോകുന്നില്ല, ഇതുപോലൊന്നും ഉണ്ടാക്കാമോ എന്ന് ഞാനൊന്ന് നോക്കാമെന്നും പറഞ്ഞാണ് കാളിദാസൻ കുമാരസംഭവം കാവ്യം ഉണ്ടാക്കിയത്. അസ്ഥി ശ്രീസദരസുമേരു നാമ എന്നാണല്ലോ പ്രഭാകര ശ്രീകൃഷ്ണവിലാസത്തിലെ ആദ്യം തുടങ്ങിയത്. അതിന് പകരമായിട്ടാണ് കാളിദാസൻ തന്റെ കുമാരസംഭവത്തിന്റെ ആദ്യത്തിൽ
അത്യുത്തരസ്യാന്തിശി ദേവത മാഹിമാലയോ നാമ നഗാധിരാജ എന്ന് തുടങ്ങിയിരിക്കുന്നത്. എന്നാൽ ഈ സംഗതിയിൽ ചില പക്ഷാന്തരങ്ങൾ ഇല്ല, അതെല്ലാത്തിനും ഉണ്ടാവുമല്ലോ. അങ്ങനെ പ്രഭാകരന്റെ കഥ. പാപം എന്തൊരു ഭക്തിയും വിശ്വാസവും ഒക്കെ ഉള്ള കുഞ്ഞപ്പത്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.